കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടത് ആൽക്കഹോളിസത്തെ കുറിച്ചുള്ള കുറച്ച് തെറ്റിദ്ധാരണകളാണ്. ഈ വീഡിയോ അതിന്റെ പാർട്ട് 2 ആണ്. മിത്ത് നമ്പർ 4. എല്ലാവരും വിചാരിക്കുന്നത് നമുക്ക് പെട്ടെന്ന് ആൽക്കഹോൾ അങ്ങ് നിർത്താൻ പറ്റുന്നതാണ് ഒരു ദിവസം കൊണ്ട്. പക്ഷെ അത് പല കേസുകളിലും പോസിബിൾ അല്ല. കാരണം അവരെടുക്കുന്ന ആൽക്കഹോൾ ഇൻടേക്കിന്റെയും അതുപോലെ അവരുടെ വിഡ്രവൽ സിംറ്റംസ്, അത് സൈക്കോളജിക്കൽ ആകട്ടെ ഫിസിക്കൽ ആവട്ടെ, ഇതിനൊക്കെ അവർക്ക് എപ്പോഴും ഒരു പ്രൊഫഷണലിന്റെ ഹെൽപ്പ് ആവശ്യമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഈ ഒരു കാര്യം പോസിബിൾ അല്ല. മിത്ത് നമ്പർ 5. ഡെയിലി മദ്യപിക്കുന്നവർക്ക് മാത്രമാണ് ആൽക്കഹോളിസം എന്നുള്ളൊരു അവസ്ഥയുള്ളത് എന്ന് പൊതുവെ ഉള്ളൊരു ധാരണയുണ്ട്. പക്ഷെ അതൊരിക്കലും ശരിയല്ല. കാരണം നമ്മൾ ഡെയിലി മദ്യപിക്കുന്ന പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു പ്രധാന പ്രശ്നമാണ് ഈ ഫ്രീക്വൻ്റ്ലി ആയിട്ടുള്ള മദ്യപാനം. അതായത് കുറച്ച് നാൾ നന്നായിട്ട് മദ്യപിക്കുക, കുറച്ച് നാൾ ബ്രേക്ക് ഇടുക. ഇതിനെ പറയുന്ന ഒരു ടൈപ്പ് എന്ന് പറയുന്നത് ബിഞ്ച് ഡ്രിങ്കിങ് ആണ്. ഇതും ആൽക്കഹോളിസം ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധ്യതയുള്ള ഒരു ടൈപ്പ് ഓഫ് ഡ്രിങ്കിങ് ആണ്. മിത്ത് നമ്പർ 6. നമ്മുടെ എപ്പോഴും ഉള്ളൊരു തെറ്റിദ്ധാരണയാണ് മദ്യം മറ്റ് ഡ്രഗിനെ അപേക്ഷിച്ച് വലിയ പ്രശ്നമുള്ള ഒന്നല്ല എന്നുള്ളത്. പക്ഷെ അത് വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്.